ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. ഇപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു, പൂരിയൊക്കെ ഉണ്ടാക്കിയ കാര്യമൊക്കെയാണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഞാൻ ഓർത്ത് എന്തായാലും ലഞ്ച് ചെയ്യാൻ പോകുന്നതിന് മുന്നേ പെട്ടെന്ന് നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്നേ. അപ്പം ഞാൻ മാസത്തിൽ ഒരു തവണ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഇതൊരു റുട്ടീനായിട്ട് ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ വീട്ടിലെ രണ്ടാമത്തെ ഫ്രിഡ്ജാണ്. പണ്ട് നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നത് സിംഗിൾ ഡോർ ഫ്രിഡ്ജായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷമാണ് ഇത് മാറ്റിയതിന് ശേഷം എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ പുതിയൊരു ഫ്രിഡ്ജ് എടുത്തത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആ ചെറിയ ഫ്രിഡ്ജിൽ എല്ലാ സാധനങ്ങളും കൂടി വെക്കാനായിട്ടുള്ള സ്പേസ് കിട്ടുന്നില്ല. പിന്നെ മെയിനായിട്ട് വെജിറ്റബിൾസ് മേടിക്കുമ്പോൾ ഞങ്ങൾ കൂടുതലായിട്ടും ചീരയൊക്കെ മേടിക്കാറുണ്ട്. അപ്പം അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം തികയാതെ വന്നപ്പോഴാണ് നമ്മൾ ഈ വലിയൊരു ഫ്രിഡ്ജിലേക്ക് മാറിയത്. അപ്പോൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഫ്രിഡ്ജ് നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ എത്ര നാളായാലും കേടാവാതിരിക്കും. ഞങ്ങളന്ന് ആ പഴയ ഫ്രിഡ്ജ് കൊടുത്തപ്പോൾ അതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. പുത്തൻ ഫ്രിഡ്ജ് പോലെയാണ് ഇരുന്നത്. 2 വർഷത്തോളമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്തിട്ട് ആണ് എക്സ്ചേഞ്ച് ചെയ്തത്. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തപ്പോഴും ആ കടയിലുള്ളവർ ഞങ്ങളോട് ചോദിച്ചത് പുതിയ ഫ്രിഡ്ജാണോ എന്നാണ്. കാരണം ഞാൻ കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും ഇത് ക്ലീൻ ചെയ്യുന്നൊരു ശീലം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് പുതിയതായിട്ട് തന്നെ ഇരുന്നത്. ആദ്യം തന്നെ ഞാൻ ഫ്രിഡ്ജിന്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പം നമ്മളുടെ അടുത്തിരിക്കുന്ന ഈ ഫ്രിഡ്ജ് കൺവേർട്ടബിൾ ഫ്രിഡ്ജാണ്. അപ്പം അത് മേലത്തെ പോർഷൻ നമുക്ക് ഫ്രീസറായിട്ടും കൺവേർട്ട് ചെയ്യാം, ഫ്രിഡ്ജായിട്ടും കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ വെക്കേഷനൊക്കെ പോവുകയാണെങ്കിൽ ഫ്രിഡ്ജ് പകുതി പോർഷൻ നമുക്ക് ഓഫ് ചെയ്ത് ഇടാനായിട്ട് പറ്റും. അങ്ങനെ കുറേ അധികം നല്ല ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മേടിച്ചേക്കുന്നത് സാംസങ്ങിന്റെ ഫ്രിഡ്ജാണ്. അപ്പോൾ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് മേടിച്ചേക്കുന്നത്. പിന്നെ ഞാനാണെങ്കിൽ എല്ലാ സാധനങ്ങളും എടുത്ത് ആദ്യമേ തന്നെ പുറത്ത് വെച്ചു. അപ്പം ഞാൻ ഒരു സൊല്യൂഷൻസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത്. വെറുതെ അതിലെ സാധനങ്ങളും എല്ലായിടത്തും മാറ്റിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയും ചെയ്യാറുള്ളൂ കേട്ടോ. സോപ്പോ വിം ജെല്ലോ അങ്ങനത്തെ ഒരു സാധനങ്ങളും യൂസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ പുറം ഭാഗത്ത് കോളിൻ വെച്ചിട്ടാണ് സ്പ്രേ ചെയ്തിട്ട് നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് അതാത് സ്ഥാനത്ത് തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പാമിയും കൂടി എന്നെ ഇടയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ വന്നിട്ട് ഫ്രിഡ്ജിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു മൾട്ടിപർപ്പസ് റാക്കിനകത്ത് നമ്മുടെ സഞ്ചികളുണ്ടല്ലോ, ഈ തുണിയിലുള്ള സഞ്ചികൾ, അതിന്റെ കുറച്ച് കവറുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് ഞാനൊരു ഷെൽഫിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ആമിയുടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സും അവളുടെ ലഞ്ച് ടവലും പിന്നെ നമ്മൾ വീട്ടില് കിച്ചണിൽ യൂസ് ചെയ്യുന്ന കിച്ചൺ ടവല് ഇതൊക്കെയാണ് വെച്ചേക്കുന്നത് ഇതിനകത്ത്. അപ്പൊ അതിനകത്ത് ഒരു റാക്കിനകത്ത് ഞാൻ നമുക്ക് പുറത്തൊക്കെ പച്ചക്കറികളൊക്കെ മേടിക്കാൻ ഉള്ള അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഇറച്ചിയും മീനും ഒക്കെ മേടിക്കുന്നതിനുള്ള തുണി സഞ്ചികൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴുകിയിട്ട് ഉണക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കൈയോടെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി. എന്തായാലും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത സ്ഥിതിക്ക് ഇതും കൂടി അങ്ങ് ചെയ്യാമെന്ന് കരുതിയേ. പിന്നെ ആ ഒരു ഉള്ളി സ്റ്റാൻഡ് കണ്ടോ, ഉള്ളിയും പൊട്ടറ്റയും ഒക്കെ ഇട്ട് വെച്ചേക്കുന്ന ആ സ്റ്റാൻഡ്, ശരിക്കും പറഞ്ഞാൽ അത് 2 സ്റ്റാൻഡാണ്. അപ്പോൾ 2 എണ്ണത്തിനെ ഞാൻ ജോയിൻ ചെയ്ത് ഒറ്റ സ്റ്റാൻഡ് ആക്കിയതാണ്. ഞങ്ങൾ താഴെ താമസിക്കുന്ന സമയത്തെ എൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു ഷെൽഫാണ് കേട്ടോ. ഒരു ഗ്രീൻ കളറിലുള്ളതാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് തേങ്ങ, പിന്നെ ചെറിയ ഉള്ളി, സവോള, പൊട്ടറ്റോ ഇതൊക്കെയാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് അതിനകത്ത് വിരിച്ചതിന് ശേഷം അതിൻ്റെ മേലെയാണ് ഈ സാധനങ്ങളെല്ലാം ഇട്ട് വെക്കുന്നത് കേട്ടോ. പിന്നെ 2 മൾട്ടിപർപ്പസ് റാക്ക് എൻ്റെ കയ്യിലുണ്ട്. അതിൽ വലുത് ഞാൻ ഇവിടെ മീഷോയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. മറ്റേ ചെറുത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം അതിന്റെ ലിങ്ക് എന്തായാലും എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ, ചെറുതിൻ്റെത്. പക്ഷെ ചെറുതാണെങ്കിലും റാക്ക് കുറവാണെങ്കിലും ഒരുപാട് സ്പേസ് അതിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രോസറീസ് ഒക്കെ ബാലൻസ് വരുന്നതൊക്കെ അതിനകത്ത് ഇട്ട് വെക്കാം. നല്ല സ്പേസ് സേവിങ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു റാക്കാണ് കേട്ടോ. നല്ലതാണ്. ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ഉള്ളതായിരിക്കും അല്ലേ. അപ്പോൾ കടയിൽ നിന്ന് മേടിച്ചത് എൻ്റെ തന്ന് 2000 എത്രയോ രൂപയായി. അതെനിക്ക് ഭയങ്കര ഒരു നഷ്ടമായിട്ട് തോന്നിയായിരുന്നേ. പിന്നെ അങ്ങനെ പിന്നീട് ഞാൻ ഓൺലൈനിൽ നിന്ന് തപ്പിയെടുത്താണ് മറ്റേത് മേടിച്ചത്. പക്ഷെ രണ്ടിന്റെയും ക്വാളിറ്റി നല്ല വ്യത്യാസമുണ്ട്. ഓൺലൈനിൽ നിന്ന് മേടിച്ചത് 600 രൂപ എന്താണ് ആയത്. പക്ഷേ അത് അത്രയും നല്ല തിക്കായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ല. ഓൺലൈനിൽ നിന്ന് മേടിച്ചതിനേക്കാളും കുറച്ചും കൂടി നല്ല അകലമുള്ളതും നല്ല സ്പേസും ഉണ്ട്. അതുപോലെ തന്നെ നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ വിലയ്ക്ക് അനുസരിച്ച് അതിൻ്റെതായ വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അങ്ങനെ അതെല്ലാം ഒന്ന് ഒതുക്കി എല്ലാം വെച്ചതിന് ശേഷം പാത്രങ്ങൾ കഴുകാനായിട്ട് കിടപ്പുണ്ട്. അതിനി കഴുകി വെക്കണം.
ഇതിനിടെ തന്നെ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി അടുപ്പത്തിട്ടതിന് ശേഷമാണ് ഞാൻ പോയിട്ട് ഫ്രിഡ്ജ് ക്ലീനിങ് ചെയ്തത്. അപ്പോൾ ഫ്രിഡ്ജ് എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി എടുത്തപ്പോഴേക്കും നമുക്ക് ലഞ്ച് ചെയ്യാനുള്ള ടൈമായി. അപ്പം ഞാൻ ചൊരക്ക വെച്ചിട്ടാണ് കറികളൊക്കെ വെച്ചത് കേട്ടോ. ചൊരക്ക വെച്ചിട്ട് ഒരു ചെറിയൊരു തോരനും പിന്നെ ഉണക്ക ചെമ്മീനും ചൊരക്കയും കൂടി ഇട്ടിട്ടുള്ളൊരു മസാല പോലൊരു സംഭവമാണ് ചെയ്തത്. ഈസിയാണ്, കുറച്ച് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ചൊരക്കയൊക്കെ നമ്മുടെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ്. കിഡ്നിയുടെ ഫംഗ്ഷനൊക്കെ നല്ലതാണെന്ന് പറയും. ഡയാലിസിസ് പോലും നമുക്ക് ഒഴിവാക്കാമെന്നാണ് പറയുന്നത് ചൊരക്ക നമ്മൾ എല്ലാ ദിവസവും ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ. അപ്പോൾ അതുപോലെ തന്നെ ചീര, ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഞങ്ങൾ ചൊരക്ക അതുകൊണ്ട് ഡെയിലി ഇപ്പോൾ കഴിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നമ്മുടെ ഷെൽഫ് ഒന്ന് ഒതുക്കാമെന്ന് കരുതി. അപ്പം ഇതിനകത്ത് കുറേ തുണികൾ ആമിക്കുള്ളത് പഴയതിരിപ്പുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റണം. എൻ്റെയും കുറച്ച് തുണികൾ ഇതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഫനേജിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനതെല്ലാം കൂടി ഒരു കവറിലോട്ട് മാറ്റി വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഷെൽഫിലുള്ള തുണികളാണ് ഞാൻ വീട്ടിലിടുന്നത്. അപ്പോൾ എൻ്റെ തുണികളും ആമിയുടെ തുണികളും മാത്രമാണ് കേട്ടോ ഇതിൽ വെക്കുള്ളൂ. അങ്ങനെ അതെല്ലാം എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒരു ഡീക്ലട്ടറിങ് ഞാൻ ചെയ്യാറുള്ളതാണ്. പിന്നെ നമ്മുടെ ഹാളിലിരിക്കുന്ന ഈ ഒരു ഷെൽഫിലാണെങ്കിൽ കുറച്ച് മരുന്ന് ബോട്ടിൽസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ആമിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത തുണികളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഷെൽഫൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഹസ്ബൻഡ് ആണെങ്കിൽ വൈകുന്നേരം ആയപ്പോഴേക്കും ഇതുപോലെ സാൻഡ്വിച്ച് ആണ് മേടിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് ചായ കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായയുടെ കൂടെ ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആണ് കേട്ടോ മേടിച്ചത്. ഞങ്ങൾ ഡിന്നർ ഇവിടെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മൾ രാത്രി ഡിന്നർ ഒന്നും കഴിച്ചിട്ടില്ല. നല്ല ഹെവി ആയിരുന്നു ഈവനിങ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഇനിയിപ്പോൾ ഡിന്നർ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതങ്ങ് സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നൈറ്റ് ഒരു കുക്കുംബറൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഷെൽഫൊക്കെ ഒതുക്കിയ സമയത്ത് ആ മരുന്ന് ബോട്ടിലൊക്കെ ഇരിക്കുന്നില്ലേ, അതിന്റെ മേലെ ഭാഗത്ത് ഒരു ചെറിയൊരു മൾട്ടിപർപ്പസ് സ്റ്റാൻഡ്, അത് ഞാൻ ശരവണ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. പണ്ട് മേടിച്ചതാണ് കേട്ടോ. ഏകദേശം ഒരു 10 വർഷം ആവുന്നു. എൻ്റെ മാരേജ് കഴിഞ്ഞ ടൈമിൽ മേടിച്ചതാണ്. അതിനകത്ത് ഞാൻ എൻ്റെ നെയിൽ പോളിഷ് ഒക്കെയാണ് ഇട്ട് വെച്ചേക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഇടയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ടെറസിന്റെ മേലെ വന്നിട്ടുണ്ട്. കുറച്ചു നേരം ഇവിടെ വന്നിരുന്നിട്ടാണ് താഴെ പോകുന്നത്. ടാമിക്കിന് ഹോംവർക്ക് ഒക്കെ എഴുതിക്കാനുണ്ട്. അപ്പൊ മുഹറത്തിന്റെ ലീവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് ഹോംവർക്ക് ഒക്കെ പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എഴുതണമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ടെറസിന്റെ മേലെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് താഴേക്ക് വന്നത്. പിന്നെ നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം നമുക്കൊന്ന് പുറത്ത് പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പ്രിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും വൈകുന്നേരം പോകാമെന്ന് കരുതി. സാറ്റർഡേ ആണിത്. സാറ്റർഡേ ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്ത് പോയി. ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ജീൻസ് ആണെങ്കിൽ ഞാൻ ഒരിക്കൽ സ്റ്റുഡിയോയിൽ നിന്ന് ആദ്യമായിട്ട് എടുത്ത എൻ്റെ ജീൻസാണ്. അപ്പോൾ അതെനിക്ക് കുറച്ചൊന്ന് ടൈറ്റായി. എൻ്റേത് 32 ആണ് ജീൻസിൻ്റെ സൈസ്. പക്ഷേ ഈ ഒരു ജീൻസ് 30 ആണ്. സ്കിൻ ഫിറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വലിയുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഇടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇട്ടതാണ് ആ മീഷോയിൽ നിന്ന് എടുത്ത ടോപ്പ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. നല്ല മെറ്റീരിയലാണ്, കോട്ടൺ ആണ്, നല്ല തിക്നെസ് ഒക്കെ കുറഞ്ഞ നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. പിന്നെ നമ്മൾ നേരെ വന്നിരിക്കുന്നത് എക്സ്പ്രസ് അവന്യൂ മാളിലായിരുന്നു. അവിടെ വന്നപ്പോഴേക്കും കാക്കട എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കണ്ടായിരുന്നു കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യൻ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ കുറേ അധികം സ്നാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് 1-2 സ്നാക്സ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആമിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കൂടുതലും സ്വീറ്റ്സ് ആണ് കേട്ടോ ഇവിടെ ഫേമസ്. പിന്നെ അതുപോലെ തന്നെ ജിലേബി, പിന്നെ ബാദാം മിൽക്ക്, ഹോട്ട് ബാദാം മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് മേടിച്ച് കഴിക്കണം. അപ്പോൾ മിക്കവാറും എല്ലാ മാളുകളിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒന്ന് കറങ്ങി വന്നപ്പോഴേക്കും കണ്ടതാണ് ഈ ഒരു ഷോപ്പ്. അപ്പോൾ ഒരുപാട് തിരക്ക് കണ്ടിട്ട് അങ്ങനെ കയറി വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എന്തോ ഒരു ഇമ്പ്രസ് ആയി കണ്ടപ്പോൾ. അപ്പോൾ ഇതിനകത്ത് കൂടുതലും സ്വീറ്റ്സ് ആണ് ഇവർ വെച്ചേക്കുന്നത്. പിന്നെ ജിലേബിയൊക്കെ ആണെങ്കിൽ അവർ ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയും കൂടിയാണ്. ഹൽവയൊക്കെ 1000 rupees ആണ് എഴുതി വെച്ചേക്കുന്നത്. നമ്മൾ മേടിച്ചിട്ടില്ല. ജിലേബി ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് കഴിക്കത്തില്ല.
പക്ഷേ അവിടെ എല്ലാവരും മേടിച്ച് കഴിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങളും ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നേ. നമ്മളങ്ങനെ അധികം സ്വീറ്റ് കഴിക്കാത്ത ആൾക്കാരാണ്, പക്ഷെ എന്നാലും സ്വീറ്റ് അധികമൊന്നും ഇല്ല. അതിനകത്ത് കുറച്ച് മറ്റേ കുങ്കുമപ്പൂവൊക്കെ ഇട്ടേക്കുന്ന ജിലേബിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ബാലൻസ് ഉള്ളത് പാഴ്സൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ മാളിൽ നോക്കിയപ്പോഴത്തേക്കും ഇപ്പോൾ ഫുട്ബോൾ കളി നടക്കുന്നത് കൊണ്ട് മെസ്സിയുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ക്രോസ് വേർഡിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് ബുക്സ് നോക്കാനാണ്. ഫീനിക്സ് മാളിൽ പോകുമ്പോൾ അവിടുത്തെ ക്രോസ് വേർഡിലാണെങ്കിൽ നമുക്ക് മലയാളം ബുക്സ് ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെയും ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴേക്കും നമുക്ക് ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ തവണ തപ്പിത്തെരഞ്ഞ് നോക്കിയതാണ്, പക്ഷേ മലയാളം ബുക്സ് ഒന്നും കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമിക്ക് ഒരു ചെറിയൊരു കഥാബുക്കും എടുത്തിട്ട് അഭിമന്യുവിൻ്റെ കഥാബുക്കും എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ഗീത മെജിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും ഗീത മെജിൽ വരുന്നത് കുനാഫ കഴിക്കാനാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി കുനാഫകളുണ്ട്. എപ്പോഴും ഓർക്കും, പക്ഷേ ഞങ്ങൾ നേരെ വന്നിട്ട് ആദ്യം മേടിക്കുന്നത് ഇടിയപ്പവും റൊട്ടിയും മസാല ദോശ. ആമിയുടെ ഫേവറേറ്റ് ആണ് പനീർ മസാല ദോശ, ഗീത മെജിലെ പനീർ മസാല ദോശ. അപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് അതും ഓർഡർ ചെയ്തു. ഞാൻ റൊട്ടിയാണ് കഴിച്ചത്, ഹസ്ബൻഡിന് ഇടിയപ്പമാണ് മേടിച്ചത്. ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാം ഷെയർ ചെയ്ത് തന്നെയാണ് കഴിച്ചത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വൈകുന്നേരം നമ്മൾ വീക്കെൻഡിൽ, അതായത് മിക്കവാറും സാറ്റർഡേസിലാണ് പുറത്ത് പോവുള്ളൂ. കാരണം സൺഡേസിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ആമിക്ക് നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോകണം. മെയിനായിട്ട് എനിക്ക് ഈ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ഷീണമാണ്, രാവിലെ എഴുന്നേക്കാനും നല്ല മടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സൺഡേസിൽ ഞാൻ അങ്ങനെ പുറത്ത് പോകാറേ ഇല്ല. സാറ്റർഡേ പോയാലും സൺഡേ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാലും കുഴപ്പമില്ലല്ലോ. പിന്നെ പ്രീ പ്രിപ്സും കാര്യങ്ങളൊക്കെ കാണും, ആമിക്ക് നെക്സ്റ്റ് ഡേയിലത്തേക്ക് സ്കൂളിലേക്കുള്ളത് പഠിപ്പിച്ചു കൊടുക്കാൻ കാണും, ഹോംവർക്ക് കാണും. അതൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞാൻ ഒരിക്കലും സൺഡേ പുറത്ത് പോകാൻ സമ്മതിക്കാറേ ഇല്ല ഹസ്ബൻഡിനെ കൊണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ അവൾക്ക് നെക്സ്റ്റ് ഡേ എന്തെങ്കിലും ലീവ് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ വെക്കേഷൻ സമയത്തൊക്കെയാണ് പോവുള്ളൂ. അങ്ങനെ നമ്മൾ തിരികെ വരുന്ന വഴിയിൽ VR മാളിലുള്ള സ്പാറിൽ കയറി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ ബ്ലിങ്കിറ്റിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാത്രിയാണ് നമ്മൾ എത്തിയത് വീട്ടിൽ. എല്ലാ സാധനങ്ങളും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കിടന്നത്. ഇത് നെക്സ്റ്റ് ഡേ രാവിലെയാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ പിന്നീട് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഗാർലിക് ഇപ്പോൾ ഈ ബ്ലിങ്കിറ്റിൽ നിന്ന് പീൽഡ് ആയിട്ടുള്ള ഗാർലിക് മേടിക്കാനായിട്ട് കിട്ടും, അത് തന്നെയാണ് മേടിക്കുന്നത്. എനിക്കിപ്പോൾ നല്ല മടിയാണ് ഗാർലിക്കൊക്കെ പീൽ ചെയ്തെടുക്കാണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ കിട്ടാറുണ്ട്, പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ വീട്ടിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് മാത്രമേ മേടിച്ച് വെക്കാറുള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മൾ സ്പാറിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങളാണ്, ഈ ഫ്രൂട്ട്സും കപ്പയും ഒക്കെ. കപ്പ ഇങ്ങനെ സ്പാറിൽ കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ. കാരണം നമ്മൾ കുറേ നാളായി കപ്പയൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ ഇന്ന് സൺഡേയും കൂടിയാണ്. സൺഡേ ആയതുകൊണ്ട് ഇന്ന് കപ്പയും മീൻകറിയൊക്കെ വെക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ മേടിച്ചാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് പ്രീ പ്രിപ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും നെല്ലിക്ക മേടിച്ച് വെക്കാറുണ്ട്, കാരണം നെല്ലിക്ക ഇവിടെ ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കാറുണ്ട് ഞങ്ങൾ. പിന്നെ ഇടയ്ക്കൊക്കെ പച്ചക്കൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെല്ലിക്ക ഒരു 1/4 കിലോയോളം മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചെടുത്തൊന്ന് അച്ചാർ ഇടണമെന്നുണ്ട്, അത് ഇതുവരെയും ചെയ്തിട്ടില്ല, അതിന് ചെയ്യണം. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും കൈയോടെ തന്നെ കൊണ്ടുവന്ന് ഞാൻ എപ്പോഴും പാക്ക് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്, ബോക്സുകളിലാക്കിയിട്ട്. പക്ഷേ തലേ ദിവസം എനിക്ക് നല്ല ടയേർഡ് ആയതുകൊണ്ട്, കാരണം ഇത്രയും ദൂരെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ക്ഷീണിച്ചത് കൊണ്ട് പിറ്റേന്ന് രാവിലെ ഇതൊക്കെ ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ ബ്ലിങ്കിറ്റിൽ നിന്ന് നമുക്ക് 2 ടൈപ്പ് ടൊമാറ്റോ കിട്ടാറുണ്ട്. ഒന്ന് ഓർഗാനിക് ആയിട്ടുള്ള ടൊമാറ്റോയും ഒന്ന് നോർമൽ ആയിട്ടുള്ള ടൊമാറ്റോയും. നമ്മൾ നോർമൽ ടൊമാറ്റോ മേടിച്ചപ്പോഴേക്കും ഇതിൽ മൊത്തം പുഴുക്കളായിരുന്നു കേട്ടോ. ഓർഗാനിക് ആണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും, മാത്രമല്ല ഇത്രയും അങ്ങ് പഴുത്ത് പോകത്തുമില്ല. അപ്പോൾ അത് എനിക്ക് ഭയങ്കര നഷ്ടമായിട്ട് തോന്നി. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഷോപ്പിൽ പോയി തന്നെ മേടിക്കാമെന്ന്, മാർക്കറ്റിൽ പോയി മേടിക്കാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് ടൊമാറ്റോ. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ 3 എണ്ണം വേസ്റ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ, പുഴു വന്ന് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് കളയുകയാണ് ചെയ്തത്. പിന്നെ ഞാനിപ്പോൾ വെജിറ്റബിൾസ് ഒന്നും തന്നെ കഴുകിയിട്ടില്ല കേട്ടോ, കാരണം കഴുകിയിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം അഴുകി പോകുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലോണം കഴുകിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ തക്കാളിയും കഴുകാതെയാണ് വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ വീഡിയോയിൽ അങ്ങനെ തന്നെ ബോക്സിലോട്ട് വെച്ചെങ്കിലും പിന്നീട് ഞാനൊന്ന് തുടച്ചിട്ടാണ് കേട്ടോ തക്കാളി എടുത്ത് വെച്ചത്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. പിന്നെ പുതിനയില ഞാൻ അങ്ങനെ അധികം മേടിച്ച് വെക്കാറില്ല. അഥവാ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ
കഴിഞ്ഞാലും ഇവിടെ അങ്ങനെ ചിലവാകത്തില്ല. പക്ഷെ ഇത്തവണ ഞാൻ എന്തായാലും പുതിന മേടിച്ചിട്ട് കുറച്ച് എനിക്കെടുത്ത് നമ്മുടെ ബാൽക്കണിയിൽ നട്ടുവെക്കണം. ലാസ്റ്റ് ടൈം നമ്മൾ നട്ടുപിടിപ്പിച്ചതൊന്നും നമുക്ക് കിട്ടിയില്ലല്ലോ, ഒന്നും എടുത്ത് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ല, അതങ്ങനെ വെയിലത്ത് കരിഞ്ഞു പോവാണ് ചെയ്തത്. അപ്പൊ ഇത്തവണ എന്തായാലും ഇതുപോലെ ഇലകളെല്ലാം നുള്ളിയെടുത്ത് ഇതുപോലെ ഒരു ബോക്സിനകത്താക്കി, പ്ലാസ്റ്റിക് ബോക്സിനകത്ത് ടിഷ്യൂ പേപ്പർ ഇട്ട് എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് കരുതി. ചട്നി അരയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ എല്ലാ പുതിനയും ഇങ്ങനെ എടുത്തിട്ടില്ല, അതിൽ കുറച്ചൊക്കെ ഞാൻ എടുത്ത് നല്ല കട്ടിയുള്ള തണ്ടുള്ളത് നോക്കിയിട്ട് ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളത്തിനകത്തിട്ട് വെച്ചേക്കുവാണ്. അത് നമുക്ക് ബാൽക്കണിയിൽ നടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇഞ്ചി ഞാൻ എപ്പോഴും ഇതുപോലുള്ളൊരു ബോക്സിനകത്ത് ടിഷ്യൂ പേപ്പർ ഇട്ട് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിനെടുത്ത് നമ്മൾ ചെത്തി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പീൽഡ് ആയിട്ടുള്ള ഗാർലിക് ആയതുകൊണ്ട് തന്നെ അത്രയും സമയം ലാഭമാണ് ഇപ്പോൾ. പിന്നെ ഇതിനകത്തുനിന്ന് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി അരച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് എന്തോ വീട്ടിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്താലേ ഒരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഗരം മസാലയും ഞാൻ അങ്ങനെ കടയിൽ നിന്ന് ഗരം മസാല മേടിക്കാറില്ല. ഇത്തവണ നമ്മൾ ഫ്രൂട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ആമിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനെന്നുള്ള രീതിക്കാണ് എടുത്തത്. പക്ഷേ അവൾക്ക് ഈ സ്കൂളിൽ ചില ദിവസങ്ങളിൽ ഫ്രൂട്ട്സ് കൊണ്ടുപോയി കഴിച്ചിട്ട് വരുമ്പോൾ നല്ലോണം സ്റ്റൊമക്ക് അപ്സെറ്റ് ആവാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ലൂസ് മോഷനും ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അവൾക്ക് വീട്ടിൽ തന്നെയാണ് ഇതൊക്കെ കൊടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയും കിട്ടിയിട്ടുണ്ട്, കിവി, പിന്നെ അതുപോലെ തന്നെ ബ്ലൂബെറിയും. ഈ 3 ഫ്രൂട്ട്സ് ആണ് ഇത്തവണ എടുത്തേക്കുന്നത്. പിന്നെ വാട്ടർ മെലനും എടുത്തിട്ടുണ്ട്. മാക്സിമം ഞാൻ അവൾക്ക് വീട്ടിൽ തന്നെ ഫ്രൂട്ട്സ് കൊടുക്കാനേ നോക്കുള്ളൂ. സ്കൂളിൽ കൂടുതലും സ്നാക്സ് തന്നെയാണ് കൊടുക്കുന്നത്. സ്കൂളിൽ നിന്ന് പറയുന്നത് അവർക്ക് ഫ്രൂട്ട്സ്, ഹെൽത്തി ആയിട്ടുള്ള നട്ട്സ്, അങ്ങനത്തതൊക്കെ കൊടുക്കാനാണ്. പക്ഷേ ആമിക്ക് വയറിന് ഇതൊന്നും സെറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാനായിട്ട് നിൽക്കാറില്ല. അപ്പോൾ അതേ നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്ത് കൃത്യസ്ഥാനത്ത് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റുവാണ് ചെയ്യുന്നത് കേട്ടോ. തലേ ദിവസം നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത സമയത്ത് നമ്മുടെ വെജിറ്റബിൾസ് വെക്കുന്ന ആ ഒരു പോർഷൻ ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നേ. കാരണം ഓൾറെഡി 2 ദിവസം മുന്നെയാണ് ഞാനത് ക്ലീൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ അത് ഡീപ്പ് ക്ലീനിങ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് അതാത് സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതൊക്കെ ചെയ്ത് വെക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് മക്കളെ സ്കൂളിൽ വിടുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ രാവിലെ ഇത്തിരി ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എപ്പോഴും വീക്കിലി മീൽ പ്രിപ്പാണ് ചെയ്യുള്ളൂ, മന്ത്ലി ഒന്നും ചെയ്ത് വെക്കാറില്ല. കാരണം എനിക്കതിൻ്റെ ആവശ്യം വരാറില്ല മെയിനായിട്ട്. പിന്നെ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രീ പ്രിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കത് ഒത്തിരി യൂസ്ഫുള്ളാണ്. കിച്ചണിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ സൺഡേസിലാണ് ഞാൻ കൂടുതലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എന്നോട് ഐശ്വര്യാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എങ്ങനെയാണ് ദോശമാവ് അരയ്ക്കുന്നത്, അതിൻ്റെ അളവൊന്ന് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയി നമ്മുടെ ദോശമാവിൻ്റെ അളവ് ഷെയർ ചെയ്തിട്ട്. പണ്ടത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ആദ്യമായിട്ട് കാണുന്ന ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ടിഫിൻ റൈസ് ആണ് കേട്ടോ എടുക്കുന്നത്. ഇഡ്ലി റൈസ് അല്ലെങ്കിൽ ടിഫിൻ റൈസ്. 1.5 ഗ്ലാസ് ടിഫിൻ റൈസ് എടുക്കുമ്പോൾ 1/2 ഗ്ലാസ് ഉഴുന്നാണ് എടുക്കുന്നത്. ഇതാണ് എൻ്റെ അളവെന്ന് പറയുന്നത്. 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ കുക്ക്ഡ് ആയിട്ടുള്ള റൈസ്. നമ്മളെപ്പോഴും ചോറ് ചേർക്കുമ്പോൾ നല്ല തണുത്ത ചോറ് തന്നെ ചേർത്ത് അരയ്ക്കട്ടാ. പിന്നെ ഉഴുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുന്നതിന് 1 മണിക്കൂർ മുൻപോ 1/2 മണിക്കൂർ മുൻപോ ഒക്കെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ആ തണുപ്പോട് കൂടി അരച്ചു കഴിഞ്ഞാൽ ദോശമാവ് നല്ലതായിട്ട് കിട്ടുമെന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പുറത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് ഉഴുന്നും അരിയും ഒക്കെ. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തിട്ടേക്കണം. ഞാനാണെങ്കിൽ മുന്നേയൊക്കെ ഇതുപോലെ അരിയും ഉഴുന്നൊക്കെ നല്ലോണം കഴുകി കളഞ്ഞതിന് ശേഷമാണ് പിന്നീട് നല്ല വെള്ളത്തിലാണ് കുതിർക്കാനായിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ റീസെൻ്റ് ആയിട്ട് ഞാൻ അരിയും ഉഴുന്നും കഴുകാതെ ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചിട്ടേക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരയ്ക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഇത് കുതിർന്ന് വരുന്ന സമയത്ത് നല്ലോണം കഴുകി കളഞ്ഞ് അതിൻ്റെ ഒരു സ്റ്റാർച്ചൊക്കെ പോയതിന് ശേഷമാണ് അരി ഉഴുന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ ഇഡ്ഡലിയും ദോശയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് റൈസും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് അവിൽ നനച്ച് ചേർത്ത് കൊടുക്കാം. വെള്ള അവിൽ തന്നെ എടുക്കണം, എന്നാലാണ് നല്ലൊരു കളർ കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചവ്വരി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ചവ്വരി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസോളം ചേർത്ത് കൊടുത്താൽ മതി. അവിലാണെങ്കിലും 1/4 ഗ്ലാസ്. അവിലാണെങ്കിൽ നമ്മൾ അരയ്ക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടാൽ മതി. അത് ചവ്വരി ആണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അരി ഉഴുന്ന് വെള്ളത്തിലിടുന്നതിനോടൊപ്പം തന്നെ ഇട്ട് വെക്കുക. അപ്പോൾ നല്ല വൈറ്റ് കളറിലുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. തേങ്ങയൊക്കെ ചിരകി ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും തേങ്ങ അങ്ങനെ അധികം ഉപയോഗിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യത്തിനുള്ള ഒരു തോരൻ
തോരനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ ചമ്മന്തിക്കോ അങ്ങനെയുള്ള ഒരു ബോക്സ്, ആ ഒരു ബോക്സിലുള്ള തേങ്ങ മാത്രമേ എനിക്ക് ആവശ്യം വരുള്ളൂ. അപ്പം അത്രയും ഞാനെടുത്ത് എന്തായാലും ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ തേങ്ങ ചിരകി വെക്കുന്ന സമയത്ത് നമ്മൾ പാലും തൈരൊക്കെ വെക്കുന്ന ഒരു ചിൽ ട്രേ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഫ്രീസറിന്റെ അടിഭാഗത്ത് വരുന്നൊരു ട്രേ ഉണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തണുപ്പ് നിൽക്കും, എന്നാൽ ഫ്രീസറിൽ വെക്കുന്ന പോലെ അത്രയ്ക്കും കട്ട പിടിക്കാറുമില്ല. അപ്പോൾ ആ ഒരു ട്രേയിൽ ആണ് ബോക്സിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കും. പിന്നെ ഒരുപാട് ദിവസമൊന്നും തേങ്ങ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറില്ല. പിറ്റേ ദിവസം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ എടുത്ത് ഉപയോഗിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേക്കും വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ അരി ഉഴുന്നൊക്കെ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇന്ന് അത്യാവശ്യം നല്ല ചൂടുള്ളത് കൊണ്ട് ഉഴുന്ന് നല്ലോണം കുതിർന്നിട്ടുണ്ട്. ചെറുതായിട്ട് പതയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല, ഉഴുന്ന് കേടായി പോയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നല്ലോണം ഉഴുന്ന് കുതിർന്നതിന് ശേഷം അരയ്ക്കുമ്പോഴാണ് നല്ല ഫ്ലഫി ആയിട്ട് മാവ് കിട്ടത്തുള്ളൂ. മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ കിട്ടുള്ളൂ. എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ് മിക്കവാറും അരി ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് ദോശമാവ് ഉണ്ടാക്കുമ്പോൾ ദോശ നല്ല ക്രിസ്പി ആയിട്ട് വരില്ലല്ലേ. അപ്പോൾ അങ്ങനെ ക്രിസ്പി ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റൈസ് അരയ്ക്കുന്ന സമയത്ത്, ഞാൻ ടിഫിൻ റൈസാണ് എടുക്കുന്നത് കേട്ടോ, നിങ്ങൾ പച്ചരി വേണമെങ്കിൽ പച്ചരി എടുക്കാം. അപ്പോൾ ഈ റൈസ് ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് തരിയായിട്ട് കിടക്കുക, എന്നാൽ അരയുകയും വേണം. ആ ഒരു പരുവത്തിന് വേണം അരയ്ക്കാനായിട്ട്. അതുപോലെ ഉഴുന്നാണെങ്കിൽ നല്ലോണം അരച്ചെടുക്കുകയും വേണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കട്ടിക്ക് വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. ഒരുപാട് അങ്ങനെ ലൂസാക്കി ഒന്നും അരയ്ക്കരുത്, എന്നാലും മാവ് നല്ലോണം പുളിച്ചൊന്നും കിട്ടത്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾ പുറത്തൊക്കെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ അടുത്ത് മഴയൊക്കെ ഉണ്ട്, ക്ലൈമറ്റ് മോശമാണെന്നുണ്ടെങ്കിൽ അരി ഉഴുന്നും അരച്ച് വെച്ചിട്ട് നമ്മൾ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ചൂട് വെള്ളത്തിനകത്ത് ഈ ദോശമാവ് ഇറക്കി വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ലോണം മാവ് പുളിച്ച് പൊങ്ങി കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ മാവ് അരച്ചതിന് ശേഷം കൈ കൊണ്ട് തന്നെ പതപ്പിച്ചെടുക്കുക കേട്ടോ. ഓരോരുത്തരുടെ കൈയുടെ ചൂട് അനുസരിച്ചാണ് മാവ് പുളിച്ച് പൊങ്ങി വരുന്നതെന്ന് പറയും. ഒരിക്കലും തവിയോ സ്പൂണോ ഒന്നും ഇട്ടിട്ട് ഇങ്ങനെ പതപ്പിച്ചെടുക്കരുത്. അപ്പോൾ ഒന്ന് പൊങ്ങി വരുമ്പോൾ തന്നെ ഞാനെടുത്ത് ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ 1 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ മാവൊക്കെ അരച്ച ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കാറുണ്ട്, ഇഞ്ചി കുറച്ചാണ് എടുക്കുന്നത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇഞ്ചിയുടെ അളവ് കൂടി പോയാൽ നമ്മൾ വെക്കുന്ന എന്ത് കറിയാണെങ്കിലും അതിൽ ഇഞ്ചിയുടെ ഒരു ചെവ മുന്നിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ അതുകൊണ്ട് എപ്പോഴും കുറച്ച് അധികം തന്നെ വെളുത്തുള്ളിയാണ് എടുക്കുന്നത്, ഇഞ്ചിയേക്കാളും കുറച്ച് കൂടുതൽ. പിന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചൊന്നും അല്ല അരയ്ക്കുന്നത്, വെള്ളമൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരിക്കൽ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നതാണ്, റിഫൈൻഡ് ഓയിൽ എന്തെങ്കിലും ഒഴിച്ചിട്ട് അരച്ചെടുത്താലും കുറേ നാൾ കേടാവാതിരിക്കുന്നത് ഒരു പ്രിസർവേറ്റീവ് ആണ് കേട്ടോ. ചിലപ്പോഴൊക്കെ ഞാൻ നല്ലെണ്ണയൊക്കെ യൂസ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അതാണെങ്കിൽ ബിരിയാണിയിലൊക്കെ ഇടുമ്പോഴത്തേക്കും ടേസ്റ്റ് വ്യത്യാസം തോന്നാറുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരയ്ക്കാം, വിനാഗിരി ഇട്ടിട്ട് അരയ്ക്കാം. ഞാനിതൊന്നും ചേർക്കത്തില്ല, വെറുതെ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഇട്ടൊന്ന് അരച്ച് ഇതുപോലൊരു ചില്ല് കുപ്പിയിലിട്ട് അരച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിതിപ്പോൾ കറക്റ്റ് ഒരാഴ്ചത്തേക്ക് വരും കേട്ടോ. നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ അരച്ച് ഈ ഒരു കുട്ടി ബോക്സിനകത്തേക്ക് വെച്ചേക്കും. അപ്പോൾ നമ്മൾ കൂടുതലും ബിരിയാണിയും 1 പോട്ട് റൈസൊക്കെ ആണല്ലോ കൂടുതലും ആമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്, ലഞ്ചിന് വേണ്ടിയിട്ട്. സ്കൂൾ ഡേയ്സിൽ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ ബോട്ടിൽ എനിക്ക് മതിയാവും. പിന്നെ ഞാനാണെങ്കിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചിട്ട് ഫ്രിഡ്ജിന്റെ ഡോറിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. പിന്നെ നമ്മുടെ പുതിനയൊക്കെ നല്ലോണം ഒന്ന് വെള്ളത്തിനകത്ത് കിടന്ന് വേരൊക്കെ ഒന്ന് വലുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെച്ചതിനേക്കാളും കുറച്ചും കൂടി വലിയ വേരായിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഒരു ചട്ടിക്കകത്ത് പുതിന വെച്ചിട്ടുണ്ടായിരുന്നത് തന്നെയാണ് ഈ ഒരു ചട്ടി. അത് പുതിന എല്ലാം ഇല്ലാതായി പോയപ്പോഴേക്കും ഞാനെടുത്ത് മാറ്റിയിട്ട് അതേ ചട്ടിയിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പുതിനയുടെ ചെടിയൊക്കെ നട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് വളർന്ന് വലുതാവുന്നത് വരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിലെ പണികൾ, ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കുക്കിങ്ങിന് ടൈം സേവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്തരം മീൽ പ്രിപ്സ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പിറ്റേ ദിവസം ആമിക്ക് കൊണ്ടുപോകേണ്ട എന്താണോ ഐറ്റം അതിനുള്ള വെജിറ്റബിൾസും കൂടി കട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ എപ്പോഴും തലേന്ന് രാത്രി മാത്രമേ കട്ട് ചെയ്ത് വെക്കാറുള്ളൂ, ബൾക്കായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെക്കാറില്ല. അപ്പം അതും ഞാൻ എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് അവളോട് ചോദിച്ചിട്ട് അവൾ പറയുന്നതിനനുസരിച്ചിട്ടുള്ള എന്താണോ
എങ്ങനെയാണോ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ലഞ്ചിനോ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വെജിറ്റബിൾ കട്ടിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. ഇതൊക്കെ സമയമെടുത്ത് നമ്മൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ സ്പീഡിന് ജോലി ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മളെപ്പോലെ ഹെൽപ്പിനൊന്നും ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വീട്ടമ്മമാർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊക്കെ ഹെൽപ്ഫുള്ള് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ യൂസ് ചെയ്തിരിക്കുന്ന ബോക്സുകളൊന്നും ഓൺലൈനിൽ മേടിച്ചിട്ടുള്ളതല്ലേ, അതെല്ലാം പുറത്തുനിന്ന് കടയിൽ നിന്ന് ഇവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതേപോലത്തെ സിമിലർ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിലുണ്ട്. പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമന്റും കൂടി ചെയ്തേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.